വെൽക്കം ടു ഈസി ക്ലാസ് വൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്നത് MG യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് സെം ആയ BA എക്കണോമിക്സ് ആണ്. അപ്പോൾ ഇതിൽ മേജർ സബ്ജക്റ്റ് ആണെന്ന് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളാണ് ഫൗണ്ടേഷൻസ് ഓഫ് എക്കണോമിക് ബിഹേവിയർ. അപ്പോൾ അതിൽ മെയിനായിക്കാണുള്ള ടോപ്പിക്കാണ് റേഷണാലിറ്റി ഇൻ എക്കണോമിക്സും പിന്നെ അതിൻ്റെ 3 ഡിഫറെൻറ്റ് കൺസെപ്റ്റുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസിക്കൽ കൺസെപ്റ്റ് നോക്കാണ്ട് പിന്നെ ന്യൂ ക്ലാസിക്കൽ ആൻഡ് ബിഹേവിയർ എക്കണോമിക്സ്, ഈ 3 കൺസെപ്റ്റാണ് റേഷണാലിറ്റി ഇൻ എക്കണോമിക്സിൽ മെയിനായിട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് റേഷണാലിറ്റി ഇൻ എക്കണോമിക്സ്? In economics, rationality refers to the behavior of individuals or firms when making decisions that are aimed at the maximizing their utility, profit or overall benefit. അതായത് എക്കണോമിക്സ് റാഷണാലിറ്റി അല്ലെങ്കിൽ യുക്തിബോധം എന്നാൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫേമിനോ ലാഭം അല്ലെങ്കിൽ ബെനഫിറ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആ ഒരു നേട്ടം കിട്ടാൻ വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ആ ഒരു ബിഹേവിയറിനെയാണ് റാഷണാലിറ്റി ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ റാഷണാലിറ്റി എന്ന വേർഡ് വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ഒരു സംഗതിയല്ല. അത് സാധാരണ നമ്മൾ എന്ത് നല്ലോണം ഡിസിഷൻ എടുക്കുന്നു എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫേം, അതായത് ഒരു ബയ്യറും ഒരു സെല്ലറും. ഇപ്പോൾ ഒരു ബയ്യറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ സാധനത്തിൻ്റെ ക്വാളിറ്റി അതേപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അയാൾക്ക് പറ്റുന്നുണ്ടോ? അപ്പോൾ ഞാൻ അത് ആലോചിച്ചുകൊണ്ടായിരിക്കും നല്ലൊരു തീരുമാനം എടുക്കുക സാധനം മേടിക്കുമ്പോൾ. അതേപോലെ തന്നെ അപ്പോൾ സെല്ലറിനെ സംബന്ധിച്ച് അയാൾക്കും അതിൻ്റെ ഒരു ലാഭമാണല്ലേ. അപ്പോൾ ഒരു സാധനം വിൽക്കാൻ നിൽക്കുമ്പോൾ അപ്പം അതിൻ്റെ ലാഭം കിട്ടിയാൽ മാത്രമേ ആ ഒരു നല്ലൊരു ഡിസിഷനിൽ അയാളും എത്തുള്ളൂ. അപ്പം ഇതിനെയാണ് എന്ത് പറയല്, ഇപ്പോൾ റാഷണാലിറ്റി എന്ന് പറയുന്നത് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാണ്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുന്നതിനാണ് റാഷണാലിറ്റി ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ ചോയ്സ് ചെയ്യുന്ന ഡിസിഷൻസ്, ചെലവുകൾ, നേട്ടങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എല്ലാ ഓപ്ഷൻസും ഒബ്സർവ് ചെയ്ത് വിലയിരുത്തുന്നു. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് റാഷണാലിറ്റിൻ്റെ. ഇനി ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് കാറ്റഗറീസ് ഉണ്ട് ഈ ഒരു റാഷണാലിറ്റിക്ക്. അത് ഏതൊക്കെ നോക്കാം. അപ്പോൾ ഒന്നാമതാണ് ഇൻസ്ട്രുമെൻ്റ് റാഷണാലിറ്റി. അപ്പോൾ ഇത് ഒരു വ്യക്തി അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ചോയ്സ് തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതിയാണ് ഇൻസ്ട്രുമെൻ്റ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് സസ്പെൻസീവ് റാഷണാലിറ്റി. അപ്പോൾ ഇത് ആയത്തിൽ മാത്രമല്ല, ഒരു വ്യക്തി അവരുടെ ലക്ഷ്യങ്ങൾ യോജിക്കുന്ന വാല്യൂ, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു രീതിയാണ് ഇത്. അപ്പോൾ ഫസ്റ്റത്തെ ഇൻസ്ട്രുമെൻ്റിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മാർഗങ്ങളോട് നല്ലത് ചൂസ് ചെയ്യലാണ്. ഇതെല്ലാ കാര്യങ്ങളും നോക്കി വാല്യൂ കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ട് ചൂസ് ചെയ്യുന്നതിനെയാണ്. പിന്നെ മൂന്നാമത്താണ് ബൗണ്ട് റാഷണാലിറ്റി. അതായത് ഹെർബർട്ട് സൈമൺ അവതരിപ്പിച്ച ബൗണ്ടറി റാഷണാലിറ്റി വിവരങ്ങൾ, സമയം, വൈജ്ഞാനിക ശേഷി എന്നിവ പ്രോസസ്സ് ചെയ്യുന്നതിൽ മനുഷ്യന്റെ പരിമിതികളെ അംഗീകരിക്കുന്നതാണ്. അതായത് ഒരുപാട് പരിമിതികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ സമയം അതേപോലെ നമ്മുടെ വിവരം ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇതിനോടാണ് സപ്പോർട്ട്. കാരണം നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിക്കാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്നില്ല. കാരണം നമ്മുടെ സമയവും നമ്മൾ എന്താണ് ആ ടൈമിൽ ചിന്തിക്കുന്നത് അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നാണ് ഹെർബർട്ട് സൈമൺ ബോണ്ട് റാഷണാലിറ്റിയിലൂടെ പറയുന്നത്. അപ്പോൾ ഇനി പറയാനില്ല റാഷണൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകളാണ്. അപ്പോൾ അതിന് 6 സ്റ്റെപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. അതായത് പ്രശ്നം എന്താണ്, അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നത്തിൻ്റെ കാരണമൊക്കെ ആദ്യം പ്രോബ്ലം തിരിച്ചറിയലാണ്. പിന്നെ രണ്ടാമത്തെ ഗാദറിങ് ഇൻഫോർമേഷൻ, അതായത് വിവരങ്ങൾ ശേഖരിക്കലാണ്. എന്നിട്ട് ആ ഒരു പ്രശ്നത്തിനെ സംബന്ധിച്ച് ഏതൊക്കെ ചോയ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിനെയാണ്. അപ്പോൾ സമയം അയക്കാണ്ടും അല്ലെങ്കിൽ എന്തൊക്കെ പരിമിതികളുണ്ട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നതിനെയാണ് അപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുക അല്ലെങ്കിൽ ഗാദറിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്, അതായത്
അപ്പോൾ കളക്ട് ചെയ്ത ഓരോ ഇൻഫോർമേഷനും അതിൻ്റെ ഓരോ ഓപ്ഷനും അതിൻ്റെ സാധ്യതയുള്ള അപ്പം ബെനഫിറ്റും അതേപോലെ ചെലവുകളും നേട്ടങ്ങളും എന്നിവയുമായി അടിസ്ഥാനമാക്കി വിലയിരുത്തുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്തത്. പിന്നെ നാലാമത്തെ സ്റ്റേജാണ് ചൂസിങ് ദ ഒപ്റ്റിമൽ ഓപ്ഷൻ. അതായത് ഒപ്റ്റിമൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കലാണ്. അതായത് ഇപ്പം നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, അപ്പോൾ വിലയിരുത്തിയല്ല കാര്യങ്ങൾ. അപ്പോൾ ആ വിലയിരുത്തിയിൽ നിന്ന് നമ്മൾ നല്ലത് ഏതാണ്, അപ്പോൾ നമുക്ക് ഏതാണ് ഇപ്പോൾ ഉപകാരപ്പെടുന്നത്, ഏതാണ് നല്ല ഡിസിഷൻ നോക്കി അത് തിരഞ്ഞെടുക്കുന്നതാണ് ഇത് നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റേജ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ആ ഒരു ഡിസിഷന് അപ്പോൾ നടപ്പിലാക്കുന്ന സ്റ്റേജാണ് അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയാം. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ സ്റ്റേജാണ് ആറാമത്തെ ഫൈനൽ സ്റ്റേജ്. അതായത് നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുത്ത കാര്യങ്ങളൊക്കെ വെച്ച് ഇത് നല്ലതാണോ, അതൊന്നും കൂടി ക്രമീകരിക്കേണ്ടി വരുമോ, ഇല്ല നേട്ടമുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. ഒന്നെങ്കിൽ അത് ക്രമീകരിക്കുക, ഇല്ല പുതിയ ഡിസിഷൻസ് ആരംഭിക്കുക എന്നുള്ളതാണ് ലാസ്റ്റത്തെ സ്റ്റേജ്. അപ്പോൾ ഇത്ര സ്റ്റേജസ് ആണ് അപ്പോൾ ഈ ഒരു റാഷണാലിറ്റിയിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇനി നോക്കാനുള്ളത് അപ്പോൾ റാഷണാലിറ്റിൻ്റെ 3 കൺസെപ്റ്റാണ്. അതായത് ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, ബിഹേവിയർ അപ്പോൾ എന്നിവയൊക്കെയാണ് 3 എക്കണോമിക്സിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് വിശദീകരിച്ച് നോക്കാം. അപ്പം ഇനി നോക്കുന്ന ക്ലാസിക്കൽ വ്യൂ ഓഫ് റാഷണാലിറ്റി ഇൻ എക്കണോമിക്സ് ആണ്. അതായത് ഈ ഒരു വ്യൂ കൊണ്ടുവന്ന തിങ്കേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ചിന്തകർ എന്ന് പറയുന്നത് ആദം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, ജോൺ സ്നോവ് മിൽ എന്നിവരാണ് ഈ ഒരു ക്ലാസിക്കൽ വ്യൂ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് മനുഷ്യർ റാഷണലി സെൽഫ് ഇൻട്രസ്റ്റ് ആണെന്നും അവർ അവരുടെ പ്രയോജനം അല്ലെങ്കിൽ സാമ്പത്തിക ക്ഷേമം പരമാവധിയാക്കാൻ എടുക്കുന്നുവെന്നതാണ് ക്ലാസിക്കൽ വ്യൂ എന്ന് പറയുന്നത്. അതേപോലെ ഒരു സെൽഫ് ഇൻട്രസ്റ്റിന്റെ കൂടെ സമൂഹത്തെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാധനം വിൽക്കാണ്, അതിന്റെ പ്രയോജനം അതിന്റെ ബെനിഫിറ്റ് അയാൾക്ക് മാത്രമല്ല അത് വാങ്ങുന്ന ആ ഒരു അയാൾക്കും കിട്ടും. കാരണം ആ ഒരു യൂട്ടിലൈറ്റി ആ ഒരു ആഗ്രഹത്തോടെ ആയിരിക്കും ഒരാൾ ഒരു സാധനം മേടിച്ചത്. അപ്പൊ അതിന്റെ ബെനഫിറ്റ്സ് സമൂഹത്തിനും കിട്ടും എന്നാണ് പറയുന്നത്. ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ചിലൂടെ മെയിൻ ആയിക്കാണ്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തീരുമാനം ഈ കൊഗ്നിറ്റീവ് പരമായ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അനുസരിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു മനുഷ്യനുണ്ട് എന്നാണ് ഇതിന്റെ അപ്പോൾ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ വ്യൂ അപ്പോൾ ആ ഒരു വ്യൂവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു തിങ്കേഴ്സ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇതിൽ മെയിൻ ആയിക്കാണ്ട്. അപ്പോൾ ഇനി ഇതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്താണ് മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി ഓർ പ്രോഫിറ്റ്. അതായത് ഒരു ഹൗസ് ഹോൾഡും അതേപോലെ ഫേമിനും സംബന്ധിച്ച് അപ്പൊ ഹൗസ് ഹോൾഡർ അതായത് സാധനം മേടിക്കുന്ന ആള് മെയിൻ ആയിക്കാണ്ട് ഫോക്കസ് ചെയ്യല് ഒന്നെങ്കിൽ യൂട്ടിലിറ്റി ആയിരുന്നു സാറ്റിസ്ഫാക്ഷൻ ആണ്. അതേപോലെ ഒരു എന്താണ് ഫേമിനെ സംബന്ധിച്ച് അയാൾ മെയിൻ ആയിക്കാണ്ട് ഫോക്കസ് ചെയ്യൽ ഒരു പ്രോഫിറ്റ് ആണ്. നല്ല പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ് അയാൾ ആ വർക്ക് ചെയ്യുന്നത്, അതിനാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണ് സെൽഫ് ഇൻട്രസ്റ്റ് ആസ് എ മോട്ടിവേറ്റർ. അതായത് ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അവർക്ക് പ്രയോജനപരമായ തീരുമാനങ്ങൾ എടുക്കുകയും മാർക്കറ്റിൽ എഫിഷ്യൻ്റായി ഔട്ട്കം നയിക്കുകയും ചെയ്യുന്നു. കാരണം ഒരാളെ സംബന്ധിച്ച് സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം നമ്മുടെ മനസ്സ് എന്താ പറയുന്നത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യല്. അപ്പൊ അതിനെയാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റ്. ഇനി മൂന്നാമത്തെ അപ്പോൾ ഒബ്ജക്റ്റ് ആണ് പെർഫെക്റ്റ് ഇൻഫോർമേഷൻ ആൻഡ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് അപ്പോൾ ക്ലാസിക്കൽ വ്യൂസ് അല്ലെങ്കിൽ റാഷണാലിറ്റീസ് മെയിൻ ആയിക്കാണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് എല്ലാ ഇൻഫോർമേഷനും കിട്ടുന്നുണ്ട്, അതനുസരിച്ച് ഭയങ്കര പെർഫെക്റ്റ് ആയിക്കാണ്ടാണ് ഒരാൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അതായത് ലോജിക്ക് ഡിസിഷൻ ആവും എന്നാണ് അപ്പം ഇതിന്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ തിങ്കേഴ്സ് മെയിൻ ആയിക്കാണ്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റ്. ഇനി നാലാമത്താണ് ലോങ് ടേം ഒപ്റ്റിമൈസിങ് ബിഹേവിയർ. അതായത് ഒരു ഇൻഡിവിജ്വല് ഒരു ഡിസിഷൻ പ്ലാൻ ചെയ്യൽ ലോങ് ടൈം ബെനിഫിറ്റിന്റെ ആ ഒരു ഇതിലാണ്. അതായത് സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അയക്കാണ്ടാണ്. അത് ഫ്യൂച്ചർക്ക് വേണ്ടിയാണ് അത് ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ലാസ്റ്റത്തെ പോയിന്റ് ആണ് നോ സിസ്റ്റമാറ്റിക് എറർ. അതായത് അതേപോലെ ഈ മിസ്റ്റേക്ക് നല്ലോണം തിങ്ക് ചെയ്ത് ഡിസിഷൻ മേക്ക് ചെയ്യണോണ്ട് ഈ മിസ്റ്റേക്ക് അതേപോലെ ബയാസ് ഒന്നും ഈ റാഷണൽ തിങ്കിങ്ങിന് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ എക്കണോമിക്സ് റാഷണാലിറ്റി എന്താ നോക്കാം.
ഇനി ന്യൂ ക്ലാസിക്കൽ വ്യൂ ഓഫ് റാഷണാലിറ്റി ഇൻ എക്കണോമിക്സ് ആണ്. അതായത് ഒരു എക്കണോമിയിൽ അപ്പൊ റാഷണാലിറ്റിയെ കുറിച്ചുള്ള നിയോ ക്ലാസിക്കൽ വ്യൂ അല്ലെങ്കിൽ ഈ ഒരു വ്യൂവിന്റെ കേന്ദ്ര ബിന്ദു മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഒരു വ്യക്തികൾ യൂട്ടിലിറ്റി മാക്സിമൈസർ ആയാണ് പ്രവർത്തിക്കുന്നത്. കാരണം അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആഗ്രഹം അല്ലെങ്കിൽ സാറ്റിസ്ഫിക്കേഷൻ ആണ് മെയിൻ ആയിക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം ഒരു സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരു ഫേം എന്ന് പറയുന്നത് ലാഭ മാക്സിമൈസർ ആയി പ്രവർത്തിക്കുന്നു. അപ്പൊ ഒരു ഫേമിന് അതായത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്താണ് വേണ്ടിയത്, അപ്പൊ പ്രോഫിറ്റ് ആണല്ലോ വേണ്ടിയത്. അപ്പൊ അത് കൂട്ടാൻ വേണ്ടിയാണ് ആ ഒരു വരുമാനം ലക്ഷ്യമിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് ന്യൂ ക്ലാസിക്കൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവര് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, ഈ ഒരു സാറ്റിസ്ഫിക്കേഷന് വേണ്ടിയും അതേപോലെ പ്രോഫിറ്റിന് വേണ്ടിയും. അപ്പൊ ന്യൂ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളായ ആൽഫ്രഡ് മാർഷലേൽ, അപ്പൊ ലിയോൺ വാൾറാസ്, വിൽട്രോ പാരറ്റോസ് തുടങ്ങിയ അപ്പൊ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാർജിനൽ അനലൈസ് ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇതിനെയാണ് ന്യൂ ക്ലാസിക്കൽ വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ മാക്സിമൈസിങ് യൂട്ടിലിറ്റി പ്രോഫിറ്റ്, അതായത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫേംസ് അവരുടെ പ്രയോജനം അല്ലെങ്കിൽ ലാഭം പരമാവധിയാക്കാൻ നോക്കുന്നു. ഇനി രണ്ടാമത്തെ റേഷണൽ ഡിസിഷൻ മേക്കിംഗ്, അതായത് അവൈലബിൾ ആയ ഇൻഫോർമേഷനെ അടിസ്ഥാനമാക്കി മികച്ച അപ്പൊ എഫക്റ്റീവ് ആയിക്കാണ്ട് നേടുന്ന തീരുമാനങ്ങൾ യുക്തിസഹമായി എടുക്കുന്നു, നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇനി മൂന്നാം സെൽഫ് ഇൻട്രസ്റ്റ്, അതായത് വ്യക്തിഗത നേട്ടം കൈവരിക്കുന്നതിനായി സാമ്പത്തിക ഏജന്റുമാർ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നിട്ടാണ് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. നാലാമത്താണ് ഒപ്റ്റിമൽ റിസോഴ്സ് അലോക്കേഷൻ, അതായത് ഇൻഡിവിജ്വൽ സേവ് ചെയ്യുന്ന അപ്പൊ മാർക്കറ്റിലെ റിസോഴ്സ് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനെയാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് മാർക്കറ്റ് എഫിഷ്യൻസി, അതായത് സപ്ലൈ ഈക്വൽ ഡിമാൻഡ്. അതായത് ഒന്നുമില്ല, ഇപ്പൊ മാർക്കറ്റിലൊക്കെ മെയിൻ ആയിക്കാണ് നടക്കല് ഒരു തീരുമാനം എടുക്കൽ എങ്ങനെയാണ് സാധനം വാങ്ങുന്നതിന്. അപ്പൊ ഡിമാൻഡുകൾക്ക് അനുസരിച്ചാണ് ഓരോ പ്രൊഡക്റ്റും ഇറക്കുന്നത് അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആയാലേ ഓൾക്ക് എന്ത് കിട്ടുമല്ലോ, ബെനിഫിറ്റ് കൂടുതൽ കിട്ടുമല്ലോ. ഇനി ലാസ്റ്റത്തെ പോയിന്റ് ആണ് പ്രഡിക്റ്റബിലിറ്റി, അതായത് അവൈലബിൾ ആയ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ റേഷണൽ അപ്പൊ അല്ലെങ്കിൽ ലോജിക്കൽ ആയിക്കാണ്ടിലെ പാറ്റേൺസ് ഒക്കെ അനുസരിച്ചാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരാൾ എങ്ങനെ തിങ്ക് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിയോ ക്ലാസിക്കൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് നോക്കാം. ഇനി നാലാമത്തെ കൺസെപ്റ്റ് ആണ് ബിഹേവിയറൽ വ്യൂ ഓഫ് റാഷണാലിറ്റി ഇൻ എക്കണോമിക്സ്. ഇത് ബാക്കി രണ്ട് കൺസെപ്റ്റിനനുസരിച്ച് നല്ല വ്യത്യാസമുള്ള ഒരു കൺസെപ്റ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ബാക്കി രണ്ടെന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് മെയിൻ ആയിക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. സെൽഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും അത് കറക്റ്റ് ആവുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സമയവും നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ മാനസികാവസ്ഥ ഒക്കെ നോക്കിയാണ് നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുന്നത് എന്നാണ് ബിഹേവിയറലിസ്റ്റിക് അപ്പോൾ മെയിൻ ആയിട്ടാണ് പറയുന്നത്. ഈ ഒരു തിയറി മെയിൻ ആയിട്ടാണ് കൊണ്ടുവന്ന ഹെർബർട്ട് സൈമൺ, ഡാനിയൽ കാൻമാൻ, പിന്നെ ആമോസ് ഡെറുസ്കി, പിന്നെ റിച്ചാർഡ് താലർ എന്ന് തുടങ്ങിയ അപ്പൊ 4 പ്രധാനപ്പെട്ട പണ്ഡിതരാണ് ഇത് മെയിൻ ആയിട്ടാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേറൊരു കൺസെപ്റ്റാണ് ബൗണ്ട് റാഷണാലിറ്റി. അത് ഡെവലപ്പ് ചെയ്തത് ഹെർബർട്ട് സൈമൺ ആണ്. അതായത് അതിൻ്റെ ആശയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റാഷണാലിറ്റി, അതായത് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു സമയം അനുസരിച്ച് അല്ലെങ്കിൽ മാനസികാവസ്ഥ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനൊക്കെ അനുസരിച്ചാണ് ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ബിഹേവിയർ കൺസെപ്റ്റ് ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ കൺസെപ്റ്റ് ആയിക്കാണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ മെയിൻ ആയിക്കാണ്ട് സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം അതായത് ആ ഒരു വ്യക്തിൻ്റെ ഉള്ളിൽ എന്താ തോന്നുന്നത് അതാണ് കറക്റ്റ് ഡിസിഷൻ എന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ ബിഹേവിയറൽ വ്യൂവിൽ പറയുന്നത് മെയിൻ ആയിക്കാണ്ട് നമ്മളുടെ ഇമോഷൻസും അതേപോലെ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സും ഒക്കെ കൂടി ചേർന്ന് കണ്ടാണ് നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യണത് എന്നാണ്. കാരണം അത് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും എന്നാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന ബിഹേവിയർ കൺസെപ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്.
അതിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റീവാണ് അപ്പോൾ ബൗണ്ടേഡ് റാഷണാലിറ്റി. അതായത് നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിക്കാണ്ട് ഇൻഫോർമേഷനും സമയവും അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി നമ്മുടെ ബുദ്ധിപരമായിക്കാണ്ടും നമുക്ക് അപ്പോൾ ആളുകൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലാണ്. അത് നമുക്ക് കറക്റ്റ് ആവണമെന്നില്ല. നമുക്കുള്ള ആ ഒരു സമയത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഡിസിഷൻ ചൂസ് ചെയ്യുന്നത് എന്നതാണ് ബൗണ്ട് റാഷണാലിറ്റി. ഇനി രണ്ടാമത്തെ പോയിന്റാണ് ഡെറിവേഷൻസ് ഫ്രം പെർഫെക്റ്റ് റാഷണാലിറ്റി. അതായത് നമ്മളുടെ ഇമോഷൻസ്, ബയാസ്, സോഷ്യൽ ഫാക്ടേഴ്സ് എന്നിവ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് അതേപോലെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ലെവലിൽ കിട്ടില്ല. അപ്പം ആ ഒരു പെർഫെക്ഷൻ റാഷണാലിറ്റിയിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്നതാണ്. പിന്നെ മൂന്നാമത്തതാണ് ഇമ്പാക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ആൻഡ് കണ്ടക്ട്സ്. അതായത് നമ്മളുടെ ഇന്റർണൽ ആയിക്കാണ്ടിൽ ഫാക്ടേഴ്സ് മാത്രമല്ല എക്സ്റ്റേണൽ ആയിക്കാണ്ടിൽ ഫാക്ടേഴ്സും ഇതിനെ എഫക്റ്റ് ചെയ്യും. അതായത് എൻവയോൺമെൻറ്റൽ ആയിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ദേഷ്യത്തിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം വരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് കറക്റ്റ് ആയിക്കാണ് എടുക്കണില്ല. നമ്മൾ ആ ഒരു ദേഷ്യത്തിലായിരിക്കും സംഭവം എടുക്കലല്ലേ. അപ്പോൾ ഇതിനെയാണ് ഇമ്പാക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ആൻഡ് കോണ്ടക്ട്സ് എന്ന് പറയുന്നത്. ഇത് നാലാമത്തെ പോയിന്റാണ് ഇംപ്രൂവിങ് ഡിസിഷൻ. അതായത് ഇൻഡിവിജ്വൽ ആയിക്കാണ്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആയിക്കാണ്ട് നമ്മളുടെ എന്തെങ്കിലും കോഗ്നിറ്റീവ് ബയാസസ് തിരിച്ചറിയാൻ അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്താൻ അതേപോലെ പ്രത്യേകിച്ച് സാമ്പത്തിക അതായത് ഫിനാൻഷ്യൽ ആയിക്കാണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഡിസിഷൻ മേക്കിൽ മെയിൻ ആയിക്കാണ്ട് ഇല്ലത്. അപ്പോൾ ഇതാണ് നാലാമത്തെ പോയിന്റ്. ഇനി അഞ്ചാമത്തെ പോയിന്റാണ് ഡിസൈനിങ് ബെറ്റർ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ്. അതായത് കൂടുതൽ എഫക്റ്റീവ് ആയിക്കാണ്ടില്ല പബ്ലിക് പോളിസീസ് അതേപോലെ ബിസിനസ് സ്ട്രാറ്റജീസ് എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിന് ഒരു മനുഷ്യന് പെരുമാറ്റത്തിൽ ബിഹേവിയറിൽ നിന്നുള്ള ഉൾക്കാഴ്ച ഉപയോഗിക്കുക എന്നതാണ് അഞ്ചാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്.